ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇന്നലെ അറസ്റ്റിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. BMLA കോടതിയിലാണ് ഹാജരാക്കുന്നത്. ഒപ്പം തന്നെ കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്നലെ ഇന്നലെ രാത്രി കേൾക്കാതിരുന്ന സുപ്രീം കോടതി ഇന്ന് ഈ കേസ് ലിസ്റ്റ് ചെയ്തേക്കും, പരിഗണിച്ചേക്കും എന്നുള്ളൊരു സൂചനകളും ലഭിക്കുന്നുണ്ട്. മാത്രമല്ല രാജ്യ തലസ്ഥാനത്ത് വലിയ രീതിയിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണിയുടെയും ആം ആദ്മി പാർട്ടിയുടെയൊക്കെ നേതൃത്വത്തിൽ. ഒപ്പം തന്നെ ഒരുപക്ഷെ ഭരണ സംവിധാനത്തിന്റെ തകർച്ച അതൊരുപക്ഷെ രാഷ്ട്രപതി ഭരണത്തിലേക്ക് വരെ ചെന്നെത്തിക്കുമോ എന്നുള്ള അങ്ങനെയുള്ള സൂചനകളോ അല്ലെങ്കിൽ ഊഹങ്ങളോ ഒക്കെ ഉണ്ട്. വിവരങ്ങൾ നൽകാൻ ഗൗതം അനന്തനാരായണൻ തുടരുന്നുണ്ട്. ഗൗതം, ഈ അതിഷി നേരത്തെ മാധ്യമങ്ങളെ കാണുകയായിരുന്നല്ലോ. ഒരുപക്ഷെ ഇത്തരത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന വാദമുഖങ്ങളൊക്കെ ഉന്നയിച്ച് ഒരു പുകമറ സൃഷ്ടിക്കുക ആം ആദ്മി പാർട്ടി എല്ലാ കാലവും ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ അതിഷിയുടെ ഒരു വാദം എന്ന് വെച്ചാൽ Z+ കാറ്റഗറിയുള്ള വ്യക്തിയാണ്, മുഖ്യമന്ത്രിയാണ്. അപ്പോൾ EDയുടെ കസ്റ്റഡിയിൽ, അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിൽ ആര് അവിടേക്ക് ചെല്ലും? അരവിന്ദ് കെജ്രിവാൾ കസ്റ്റഡിയിലിരിക്കെ ആരാണ് പുറത്തേക്ക് പോകുന്നത്? അരവിന്ദ് കെജ്രിവാളിന് ആരാണ് സുരക്ഷ ഒരുക്കുക എന്നൊക്കെ വ്യക്തമാക്കണം എന്നുള്ളതൊക്കെയാണ് മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി ഡൽഹി മന്ത്രിയും ആം ആദ്മി പാർട്ടി വക്താവുമായ അതിഷി അല്പം മുൻപ് പറഞ്ഞത്. എങ്ങനെ നോക്കിക്കാണാം? ലക്ഷ്മി, അതീഷിയുടെ പ്രതികരണം അല്പസമയം മുമ്പ് പുറത്തു വരുമ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ സുരക്ഷ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പമാണ് ആം ആദ്മി പാർട്ടി ഉയർത്തുന്നത്. പക്ഷേ നമുക്കറിയാം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു കേന്ദ്ര ഏജൻസിയാണ്. ഒരു തരത്തിലുമുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ അവിടെ ആർക്കും സംഭവിക്കാനില്ല. ഇത്തരം ചോദ്യോത്തരങ്ങളും ഇത്തരം നേതാക്കളെ മുൻപും ചോദ്യം ചെയ്തിട്ടുമൊക്കെ ഉള്ളതാണ്. അങ്ങനെ ED കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത ആർക്കും ഇതുവരെ ഒന്നും സംഭവിച്ചതായി കേട്ടുകേൾവി പോലുമില്ല. അതിനാൽ ഇത്തരത്തിൽ ചില പുകമറ സൃഷ്ടിക്കാൻ ആം ആദ്മി നേതാക്കൾ ശ്രമിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. കാരണം അതിൻ്റെ മറുഭാഗത്ത് BJP ശക്തമായി ആഞ്ഞടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. BJP അരവിന്ദ് കെജ്രിവാൾ എത്രയും പെട്ടെന്ന് രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുന്നു. മാത്രമല്ല, സ്വയം രാജിവെച്ചില്ലെങ്കിൽ ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തും എന്ന പ്രതികരണത്തിലേക്ക് ഇപ്പോൾ BJPയുടെ നേതൃത്വം ആ രീതിയിലുള്ള പ്രതികരണം നടത്തുന്നുണ്ട്. അതിൻ്റെ അർത്ഥം സ്വാഭാവികമായും BJP ഇതിനെ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും സംബന്ധിച്ച് വലിയ തോതിലുള്ള പ്രതിസന്ധികൾ ഈ പകൽ കാത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ജയിലിൽ കടന്നുകൊണ്ട് ഭരണം നടത്താൻ അനുവദിക്കില്ല എന്നാണ് BJP വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറും ഇതിനോട് എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ എന്താണ് എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ലഫ്റ്റനന്റ് ഗവർണർ ഇന്നലെ രാത്രിയിൽ തന്നെ തേടിയിരുന്നു. ജയിലിൽ കടന്ന് ഭരണം നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണ് ഒരുപക്ഷെ ലഫ്റ്റനന്റ് ഗവർണർ മുന്നോട്ട് വയ്ക്കുക. കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയും ഡൽഹി നിയമസഭയിലെ മുഖ്യ പ്രതിപക്ഷവുമായ BJPയും ജയിലിൽ കടന്ന് മുഖ്യമന്ത്രിയെ ഭരിക്കാൻ അനുവദിക്കില്ല. പുതിയ വ്യക്തി ഒന്നെങ്കിൽ മുഖ്യമന്ത്രി പദത്തിലെത്തണം, അതല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം എന്ന നിലപാടാണ് BJPക്കുള്ളത്. സ്വാഭാവികമായും ഇതാണ് ആം ആദ്മി പാർട്ടിയെ ഇനിയും ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പത്തിലേക്ക് തള്ളിവിടുന്നത്. ആര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ളതാണ്. യുവ നേതാക്കൾക്കിടയിൽ കടുത്ത അഭിപ്രായ ഭിന്നതയുണ്ട്. ഒരാളിനെ മറ്റൊരാൾ അംഗീകരിക്കുന്ന സാഹചര്യമില്ല. അതീഷി മർലീന, അതോടൊപ്പം തന്നെ മന്ത്രിയായിട്ടുള്ള സൗരവ് ഭരദ്വാജ്, ഇവരൊക്കെയാണ് ആം ആദ്മി പാർട്ടിയുടെ അടുത്ത നിരയിൽ വരുന്ന നേതാക്കൾ. പക്ഷേ ഇവരിൽ ആരെയെങ്കിലും മറ്റൊരാൾ അംഗീകരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നേതാക്കൾ മനീഷ് സിസോദിയ, അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ ഒരു പക്ഷേ അഴിക്കുള്ളിലാകുമ്പോൾ ഈ ആം ആദ്മി പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളകിയേക്കും എന്ന് നമ്മൾ നേരത്തെ തന്നെ ആ ഒരു ഊഹം പങ്കുവച്ചത്. ഈ സമൻസ് ഇത്തരത്തിൽ മടക്കാൻ, ഇത്തരത്തിൽ Z+ കാറ്റഗറി ഒക്കെയാണോ അത് എടുത്തു പറയേണ്ടത് എന്നുള്ളതാണ്. കൈകൾ ശുദ്ധമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് സമൻസ്? ആദ്യ തവണ നമുക്കറിയാം മധ്യപ്രദേശിലെ പ്രചാരണം, രണ്ടാം തവണ വിപാസന ധ്യാനത്തിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ഏതാണ്ട് 9 തവണയാണ് ഈ സമൻസുകൾ തള്ളി അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് പോയതും ഒടുവിൽ ഹൈക്കോടതി കൂടി കൈവിട്ടതോടെ EDയുടെ കസ്റ്റഡിയിൽ, EDയുടെ പിടിയിൽ ആകുന്നതും. ഗൗതം, എന്തായാലും ഇനി അങ്ങോട്ട് രാജ്യതലസ്ഥാനത്ത് നിന്ന് തുടർച്ചയായ അപ്ഡേറ്റുകൾ വരാനിരിക്കുന്നു. അതിലേക്കൊക്കെ നമുക്ക് അടുത്ത ബുള്ളറ്റിനുകളിൽ എത്താം.